പിന്നെ ഇന്ന് പ്രധാനപ്പെട്ട 2-3 പ്രമേയങ്ങൾ ഞങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. ഒന്ന്, കേന്ദ്രം അവരുടെ രാഷ്ട്രീയ പ്രതിയോഗികളെ എതിർക്കാൻ, അടിച്ചമർത്താൻ, ഭീഷണിപ്പെടുത്താനൊക്കെ അവരുടെ ഭരണ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തുന്നു എന്ന ആരോപണം പ്രതിപക്ഷവും ഭരണകക്ഷിയും ഒരുപോലെ ഉന്നയിക്കുന്നതാണ്. അതിൽ CPM ആണ് ഏറ്റവും മുന്നിലുള്ളത്. കാരണം CBI ഉപയോഗിച്ച്, ED ഉപയോഗിച്ച്, അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് പ്രതിപക്ഷ നേതാക്കന്മാർ മമതാ ബാനർജിയെ, സോണിയാഗാന്ധിയെ, സ്റ്റാലിനെ, DK ശിവകുമാറിനെയൊക്കെ വേട്ടയാടിയത് നമുക്കറിയാം. അതിനെതിരെ പ്രതികരിക്കുന്ന CPM ആണ് ഇവിടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെതിരെ ഒരിക്കൽ കോടതി പോലും തള്ളിക്കളഞ്ഞ ഒരു കേസെടുത്ത് വെച്ച് FIR ഇടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത്. ഇത് രാഷ്ട്രീയമായ എതിരഭിപ്രായങ്ങളെ വിലമതിക്കാനോ ജനാധിപത്യ സംവിധാനത്തിൽ വിയോജിക്കാനുള്ള അവകാശത്തെ അംഗീകരിക്കാനോ തയ്യാറാകാത്ത ഫാസിസ്റ്റ് പ്രവണതയാണ്. അത് അംഗീകരിക്കാൻ കേരളീയ സമൂഹം തയ്യാറാകില്ല എന്നതാണ് ഒരു പ്രമേയം. മറ്റൊന്ന്, വെനിസ്വേലയിൽ അമേരിക്ക നടത്തിയ കടന്നാക്രമണമാണ്. ഒരു രാജ്യത്തിൻ്റെ പരമാധികാരം അന്താരാഷ്ട്ര നിയമങ്ങളോടുള്ള വെല്ലുവിളിച്ചുകൊണ്ട് അതിലേക്ക് കടന്നാക്രമിച്ച് ആ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തി അവിടുത്തെ സമ്പത്തും എണ്ണ ശേഖരങ്ങളുമൊക്കെ പിടിച്ചെടുക്കാനുള്ള സാമ്പത്തിക ലാഭം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും കാറ്റിൽ പറത്തി അമേരിക്ക ചെയ്ത നടപടി അങ്ങേയറ്റം അപലപനീയമാണ്. നീതിപൂർവമായ ഒരു തീരുമാനത്തിലേക്ക് പോകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെയുള്ളത്, ആരോഗ്യരംഗത്തൊക്കെ ഗവൺമെൻറ് നടത്തുന്ന വിവേചനമാണ്. 202 സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തികകൾ ഈ ഗവൺമെൻറ് അനുവദിച്ചപ്പോൾ 47 ലക്ഷം ജനസംഖ്യയുള്ള കേരളത്തിലെ മറ്റ് ജില്ലകളെ നോക്കുമ്പോൾ 3-4 ജില്ലകളുടെ ജനസംഖ്യയുള്ള മലപ്പുറത്തേക്ക് അനുവദിച്ചത് വെറും 4 പോസ്റ്റുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവഗണനകൾ, വിവേചനങ്ങൾ കൃത്യമായി ഒരു പ്രദേശത്തിനും ആ പ്രദേശത്തിലെ മുഴുവൻ ജനതയ്ക്കും നേരെ എടുക്കുന്ന ഈ ഗവൺമെൻറ് ഒരു പ്രദേശത്തിന് നേരെ മറ്റുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രഖ്യാപനങ്ങളെ പിന്തുണയ്ക്കുകയാണ്. അവരോടൊപ്പം ഞങ്ങളും നിൽക്കുന്നു എന്ന് തെളിയിക്കുകയാണ്. ജനങ്ങൾക്കിടയിൽ വിദ്വേഷമുണ്ടാക്കാൻ, വെറുപ്പുണ്ടാക്കാൻ, പരസ്പരം ശത്രുത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളെക്കെതിരെ നടപടിയെടുക്കേണ്ടതിന് പകരം സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയും അതിൻ്റെ നേതാവും അത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ്, അവരെ നീതീകരിക്കുകയാണ്. അത് ഏറ്റവും വലിയ ജനാധിപത്യ മതനിരപേക്ഷ വിരുദ്ധ സമീപനമാണ് എന്നാണ് പാർട്ടി ഇന്ന് പറഞ്ഞിട്ടുള്ളത്. സാമുദായിക സൗഹാർദ്ദം, സങ്കുചിതമായ രാഷ്ട്രീയ ലാഭത്തിന് സാമുദായിക സൗഹാർദ്ദവും കേരളത്തിൻ്റെ പൈതൃകവും തകർക്കുന്ന നിലപാടിലേക്ക് ഗവൺമെൻറ് പോകരുത്. തെറ്റാര് ചെയ്താലും അത് തെറ്റാണെന്ന് അംഗീകരിച്ച് നടപടിയെടുക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ഗവൺമെൻറ് പിറകോട്ട് പോകരുത് എന്ന് വളരെ വ്യക്തമായി ഞങ്ങളുടെ യോഗം ഇന്ന് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൻ്റെ തീരുമാനങ്ങൾ. അല്ല, സ്ഥാനാർത്ഥികളെ കുറിച്ച് തീരുമാനമായിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം തെളിയുമ്പോൾ ശരിയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമാവും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ യുവജനങ്ങളെ രംഗത്തിറക്കിയത് ആണായാലും പെണ്ണായാലും മുസ്ലിം ലീഗല്ലേ. അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അർഹമായ പ്രാതിനിധ്യം എല്ലാ വിഭാഗങ്ങൾക്കും പാർട്ടിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിലുണ്ടാകും. അതിലേക്ക് അഭിപ്രായങ്ങൾ ഇന്ന് ഉണ്ടായി. പക്ഷെ തീരുമാനങ്ങൾ പാർട്ടി നേതൃത്വം എടുക്കും. ഒരു തീരുമാനം എടുത്തിട്ടില്ല. പക്ഷേ പരിചയസമ്പന്നരും അസംബ്ലിയിൽ വേണം, പുതുമുഖങ്ങൾക്ക് അവസരവും കിട്ടണം. ഇതാണ് പാർട്ടിയുടെ പൊതു നിലപാട്. അല്ല, അത് എത്രയെന്ന് തീരുമാനിച്ചിട്ടില്ല. വനിതകൾ ഉണ്ടാവും എന്ന് ഉറപ്പാണ്.